6 വർഷം കൊണ്ട് ഇപ്പം സുഖമില്ലാതെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയാണ്. ഇപ്പം ഒരു കിഡ്നിക്ക് 2 കിഡ്നിക്കും തകരാറാണ്. ഒരു കിഡ്നിയിൽ മുഴ വന്ന് ഇപ്പം മുഴ മാറ്റി ഇപ്പം ഡയാലിസിസ് ആഴ്ചയിൽ 2 എണ്ണം വീതം ചെയ്യണം. അത് നമ്മളെ കൊണ്ട് സാമ്പത്തിക കുറവായതുകൊണ്ട് നമ്മളിപ്പം വലിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്മനസ്സുള്ളവർ നമ്മളെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ആട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ആട്ടോ ഈ 10-25 വർഷം കൊണ്ട് ആട്ടോ ഓടിക്കുന്നു. കുടുംബം നോക്കി ഒരു കുഴപ്പമില്ലാതെ നമ്മളെ കുടുംബം നോക്കി മക്കളെ എല്ലാം നല്ലതുപോലെ നോക്കിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ്. വേറെ ഒരു വൃത്തികെട്ട സ്വഭാവവും ഇല്ല, ഒരു വെള്ളമടിയില്ല, വീഡിയോലി ഒന്നുമില്ല. ഒരു നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. നമ്മളെ കൊണ്ടത് ആഴ്ചയിൽ 2 ഡയാലിസിസ് ആയപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടത് താങ്ങാൻ വയ്യാതായി. ഇപ്പം മെഡിക്കലി നമ്മളിപ്പം ഒരു മാസം ചേർത്തുകൊണ്ട് കിടന്നു. ഇപ്പം പോയി ഒരാഴ്ച കിടന്നിട്ടാണ് ഞങ്ങൾ വന്നത്. അച്ഛനിപ്പം തീരെ വയ്യാണ്ട് ഇപ്പം ഡയാലിസിസ് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഡയാലിസിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ടിപ്പോൾ എനിക്ക് ജോലിക്ക് ഞാൻ ലുലു മാളിൽ സെക്യൂരിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ജോലിക്ക് പോലും എനിക്കിപ്പം പോകാൻ പറ്റില്ല. കാരണം ഒരു ആമക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെൺകുട്ടികളാണ്. അച്ഛനെ കൊണ്ടുപോകാൻ പോലും നിവർത്തിയില്ല. ഞാൻ ജോലിയിൽ ലീവ് എടുത്താണ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ജോലി പോലും നേരാവണ്ണം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം അത് ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അച്ഛനിപ്പോൾ ഞാൻ എൻ്റെ അമ്മയും കൂടെയാണ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഡയാലിസിസ് തന്നെ ഇപ്പം ആഴ്ചയിൽ ഇപ്പം ഒരുപാട് പേര് സഹായിച്ച് ഞങ്ങൾ കടം വാങ്ങിച്ചുമൊക്കെ ഒരുപാട് ഞങ്ങൾക്കിനി വലിയൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കിപ്പോൾ. കാരണം 2 ഡയാലിസിസ് ആയതുകൊണ്ട് അച്ഛനെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണമെന്നുള്ളൊരിതുണ്ട്. അതിനുള്ളൊരു സാമ്പത്തികം ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. ഉള്ളിടത്തോളം ഞങ്ങൾ കടം വാങ്ങി ഇനി വാങ്ങിക്കാനും ഉള്ള ഒരു സാമ്പത്തികമല്ല. സന്മനസ്സുള്ള ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു, അടുത്തുള്ള ആൾക്കാരൊക്കെ. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അതിൻ്റെ കാര്യങ്ങൾ. കാരണം ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അച്ഛനെ എങ്ങനെയും രക്ഷപ്പെടുത്തി എടുക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സന്മനസ്സുള്ള എല്ലാവരും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എൻ്റെ അനിയത്തി മാത്രമാണുള്ളത്. ഞാൻ മൂത്ത ആളാണ്. പിന്നെ ഞങ്ങൾക്ക് വേറെ സഹായിക്കാൻ വേറെ ആരുമില്ല, സഹോദരന് അങ്ങനെ ആരുമില്ല. അപ്പം നമ്മൾ മാത്രമാണ് ഇപ്പോൾ അച്ഛനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും എല്ലാം. ആഴ്ചയിൽ 2 എണ്ണം ആകുമ്പോഴത്തേക്ക് ഒരു മാസത്തിൽ തന്നെ ഒരുപാടായി. ഇപ്പോൾ ബന്ധുക്കളുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം എൻ്റെ വേറെ ഒരു നിവർത്തിയും ഇല്ല ഞങ്ങൾക്ക് ഇതല്ലാതെ.